എയ്മൻ ടിവി നെറ്റ്വർക്ക് ക്രിസ്ത്യൻ ഇന്റർനെറ്റ് ചാനൽ. സുവിശേഷീകരണത്തിന്റെ വ്യത്യസ്ത മുഖം തേടിയുള്ള യാത്ര. യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക്. ആമേൻ ടിവി നെറ്റ്വർക്ക്, ട്രിവാൻഡ്രം, കേരള. ജനം വഞ്ചിക്കപ്പെടുകയാണ്, വേറെ എന്തോ അന്വേഷിക്കുകയാണ്, മറ്റൊരു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, മറ്റൊരു സുവിശേഷമ, വേറൊരു ആത്മാവ്. എന്നാൽ ഇതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ ആലയത്തിന്റെ പണി നടക്കുക, ദൈവത്തിന്റെ സഭയുടെ പണി നടക്കുക. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയുക, പാതാള ഗോപുരങ്ങള് അതിനെ ജയിക്കില്ല എന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗലീലയിൽ വിളിച്ചു പറഞ്ഞ ശബ്ദമ് ഇന്ന് ഈ പകൽക്കാലം തിരുവനന്തപുരം പട്ടണത്തില് ഈ ഹോളിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വിളിച്ചറിയിക്കുകയാണ്. പിന്മാറുവാൻ അവകാശമില്ല. നാം പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. എല്ലാം എതിരായിരിക്കാം, എല്ലാം പ്രതികൂലമായിരിക്കാം, എന്നാൽ അതിന്റെ മധ്യത്തില് ദൈവ പൈതലിന് പിന്മാറുവാൻ അവകാശമില്ല. വാഗ്ദത്തമുണ്ട് ദൈവമക്കളെ. യെരുശലേം പണിയപ്പെടുക, ആലയം പണിയപ്പെടുക. ആത്മീയ അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. സഭയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ശേഷിപ്പ് ഇന്ന് കർത്താവിന് വേണ്ടി നിൽക്കുകയാണ്. അതിൽ ഒരുവരാകുവാനായിട്ട് തീരുമാനമെടുക്കുക. Glory to God. Hallelujah. Praise the Lord. മനസ്സ് മാറിയാലേ ഒക്കത്തുള്ളൂ, യേശുവിന്റെ മനസ്സായാലേ ഒക്കത്തുള്ളൂ. Glory to God. ഇന്ന് കെട്ടിപ്പോക്കുന്നതെല്ലാം കണ്ണിന്റെ മുൻപിൽ, അവരുടെ കണ്ണിന്റെ മുൻപിൽ തകർന്നു വീഴുക. എന്നാൽ ക്രിസ്തുവിന്റെ മനസ്സുള്ളവൻ, ഈ ആലയത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നവന്, വിശുദ്ധിയും വേർപാടും പാലിക്കുന്നവന് ഇല്ല. കൊട്ടാരത്തിലെ വീഞ്ഞുകൊണ്ട്, ആഹാരം കൊണ്ട്, ഭോജ്യം കൊണ്ട് ഞാൻ എന്നെ അശുദ്ധമാക്കുകയില്ല. കാരണം ഐ ഗോട്ട് എ ഡിവൈൻ കോൾ. എനിക്കൊരു ദിവ്യമായിട്ടുള്ള വിളിയുണ്ട്. ഞാൻ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരനാണ്. ഈ ലോകത്തിന്റെ 10 പുത്തൻ കണ്ട് ഇതിന്റെ പുറകെ പോകുവാനായിട്ടല്ലോ എന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. നിത്യമായിട്ടുള്ള ഒരു അവകാശത്തിന് വേണ്ടിയാണ്. കർത്താവിനെ സത്യസാക്ഷിയായിട്ട് ഈ ഭൂമിയിലായിത്തീരുവാനായിട്ട്, ക്രിസ്തുവിന്റെ പ്രകാശം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട്, സാത്താന്റെ പോരാട്ട ശക്തികളെ ജയിക്കുവാനായിട്ട് എന്നെ ഈ ഭൂമിയിലാക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരമാണ് ദൈവമക്കൾക്ക്, ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഏറ്റെടുക്കുവാനായിട്ട് ഈ അനുഭവങ്ങളിലേക്ക് വന്നേക്കത്തുള്ളൂ. ജഡസ്വഭാവത്തിൽ നിന്ന് ആത്മസ്വഭാവത്തിലേക്ക്. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ നോ, ഇറ്റ് ഈസ് ഇംപോസിബിൾ. അല്ലേ? ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ യു ആർ ഫിനിഷ്ഡ്. അല്ലേ? യു ആർ ഫിനിഷ്ഡ്. ക്രിസ്ത്യൻ കുഞ്ഞുകളിയാന്ന് അല്ലേ? 1-2 തീരുമാനമൊക്കെ എടുത്തിട്ട് തോന്നിയതുപോലെ ജീവിക്കുന്ന ക്രിസ്ത്യൻ അല്ല ദൈവമക്കളെ. നമ്മുടെ ഓരോ ചുവട് വയ്പ്പുകളും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണമുള്ളതായിരിക്കണം. അത് അന്വേഷിക്കുവാനായിട്ട് ലേഖനകർത്താവ് പറയുന്നത്. അല്ലേ? 9-ാമത്തെ വാക്യം വായിച്ചാട്ട്. 8:9. ആ, ഇവിടെ ആരും വായിക്കുന്നില്ലേ? മൈക്ക് എന്തി എടുത്ത് വായിച്ചാട്ടാ. നല്ല മൈക്കാണ്. റോമൻസ് 8:9. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ഏതാത്മാവ് നമ്മൾ വസിക്കുന്നത്? ജഡമാണ് ചിന്തിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നില്ലെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അല്ലേ? ജഡത്തിനുള്ളതാണ് എപ്പോഴും ചിന്തിക്കുന്നതെങ്കിൽ, സ്വയത്തിനുള്ളതാണ് ചിന്തിക്കുന്നെങ്കിൽ, പ്രതാപവും മഹത്വമാണ് ചിന്തിക്കുന്നെങ്കിൽ, ഇല്ലേ, ദ്രവ്യാഗ്രഹമാണെങ്കിൽ, അല്ലേ, ദൂഷിത സ്വഭാവങ്ങളാണ് നിരന്തരം നമ്മൾ ഇന്ന് വരുന്നതെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നില്ലെന്നാണ് എഴുതി. അല്ലേ? ഇത് വന്നും പോയി നിൽക്കുന്ന ആത്മാവല്ല. നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിന് വേണ്ടി വിധേയപ്പെടുത്തിയെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഞാൻ പറഞ്ഞു, ലോകപ്രകാരം ഒരു ഗുഡ് മോറൽ കാൻഡിഡേറ്റിൻ്റെ കാര്യമല്ല ഇവിടെ പറഞ്ഞു. ലോകപ്രകാരം വലിയ കുഴപ്പമൊന്നുമില്ല, ഇല്ല വഴക്കും വയ്യാവേലിയും ഒന്നും ഇല്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്, ഹി ലുക്സ് വെരി ഗുഡ്. അങ്ങനെയുള്ളവരുടെ കാര്യമല്ല പറയുന്നത്.
ഇത് ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ വസിച്ചുകൊണ്ട് ദൈവഹിതപ്രകാരം ജീവിക്കുന്ന ജീവിതത്തെ പറ്റിയാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലേ? അല്ലാതെ 10 പേരുടെ മുൻപിൽ മാന്യനെന്നുള്ള അങ്ങനെയുള്ള മാന്യന്മാരൊന്നും ചേർക്കാനല്ല കർത്താവ് വരുന്നത്, അല്ലേ? ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുന്നവൻ ലോകപ്രകാരം മാന്യനൊന്നുമല്ല. നമ്മുടെ കർത്താവ് മാന്യനൊന്നുമല്ല. അതല്ലേ കർത്താവിന് എന്താ കിട്ടിയത്? ക്രൂശാ കിട്ടിയത്. ഹല്ലേലൂയ. എല്ലാം മാന്യന്മാരായിട്ട് നടക്കുക. നീ യേശുവിൻ്റെ ആത്മാവായിട്ട് നടന്നേ, അപ്പോൾ വിളിക്കാം, ഇല്ലാത്ത പേരുകളെല്ലാം നിനക്ക് കിട്ടും, ഒരു സംശയമില്ല. ഞാൻ അനുഭവസ്ഥനാ പറയുന്നത്. വാസ്തവമായിട്ട് സത്യത്തിനു വേണ്ടി നിന്നേ. ലോകം പുകഴ്ത്തുക, ലോകം നമ്മളെ നിന്ദിക്കും. ഇല്ലേ? നിനക്ക് 10 പുത്തൻ കിട്ടി, നീ വലിയൊരു മിനിസ്ട്രി കെട്ടിപ്പോക്കി ഒരു കൊട്ടാരവും പണിത് നടക്കുകയാണെങ്കിൽ ആൾക്കാർ പുകഴ്ത്തുവാനുണ്ട്, അല്ലേ? ആൾക്കാർ തോളെ വെച്ചുകൊണ്ട് നടക്കും. എന്നാൽ ക്രൂശൊന്ന് വഹിച്ചേ, ക്രിസ്തുവിൻ്റെ നിന്നെയൊന്ന് വഹിച്ചേ, ഇല്ല. ലോകം നിന്നെ നിന്ദിക്കും, അല്ലേ? ഏത് ആത്മാവാണ്? ലോകത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ വസിക്കുന്നവനെയാണ് ലോകം മാനിക്കുന്നത്. മറന്നുപോകല്ല, അല്ലേ? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണെങ്കിൽ ലോകത്തിന് അങ്ങനെയുള്ളവരെ മാനിപ്പാനായിട്ട് നോ, ദർ ഈസ് എ കോൺഫ്ലിക്റ്റ്. ഇറ്റ്സ് എ ബിഗ് ടൈം കോൺഫ്ലിക്റ്റ്. നമുക്ക് ഷെയ്ക്കാൻ്റെ തരുവാൻ വരെ അവർക്ക് പിന്നെ അവരെ ഭയമാണോ എനിക്ക് അറിഞ്ഞുകൂടാ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവന് അവന് ഉള്ളവന്, ഇത് വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ് ദൈവങ്ങളെ, അല്ലേ? അപ്പോൾ ജഡസ്വഭാവം എന്താണെന്നുള്ളത് ഇനി നമ്മൾ ദൈവസേന ഇരുന്നല്ലേ ഒക്കത്തുള്ളൂ. ഒറ്റയടിക്ക് ഇപ്പോൾ ആരോട് ചോദിക്കുകയാണെങ്കിൽ ജഡമായിരിക്കും മുഴുവനും. അവനോട് ചോദിക്കും, കുഞ്ഞാ എനിക്ക് ജഡസ്വഭാവം ഉണ്ടെന്ന് വെച്ചാൽ, ഹേയ് എനിക്ക് കുഴപ്പം, ഞാൻ 1988 സ്നാനപ്പെട്ടവനാ. ആരാ എന്നെ സ്നാനപ്പെടുത്തുന്നത് അറിയാം? ഞാൻ യോർദാനിൽ പോയാ സ്നാനപ്പെട്ടത്, അല്ലേ? നമുക്ക് ഒരുപാട് സ്വയനീതി പറയാനുണ്ടായിരിക്കും, പക്ഷേ അതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ദൈവമായിട്ടുള്ള ഏകാഗ്രതയിൽ ഇരുന്നിട്ട് ചോദിക്കണം, കർത്താവ് എന്നെ ഇത് ഏതാത്മാവ് എന്നിൽ? ദൈവത്തിന് ആത്മാവസിക്കുകയാണെങ്കിൽ സമാധാനമുണ്ട്. ഇത് നമുക്കത് നമ്മുടെ ജീവിതത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാം. വൃക്ഷങ്ങളുടെ ഫലത്തിൽ നിന്ന് അറിയുന്ന പോലെ, ഏത് വൃക്ഷമാണെന്ന് അറിയുന്ന പോലെ നമ്മുടെ ജീവിതം. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ സമാധാനകരമായിട്ട് ചെയ്യുക, ഇല്ല? എന്താണ് അസ്വസ്ഥത ഉണ്ടായത്? പുറകോട്ട് തിരിഞ്ഞു നോക്കുക. ഈ ദൈവത്തിന് ആത്മാവിൽ വസിക്കുന്ന ഐ ഡോണ്ട് റിമെമ്പർ. അതുകൊണ്ട് പ്രതികൂലം പോരാട്ടം ഉണ്ടായില്ലെന്നുള്ളതല്ല, പക്ഷേ സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനത്തിൽ അവൻ ജീവിക്കുന്നത്. സ്തോത്രം. അവനതൊരു വിഷയമേ അല്ല. സ്തോത്രം. എങ്ങനെയുണ്ട് സന്തോഷത്തിൻ്റെ നിലവാരം, അല്ലേ? എൻ്റെ ഒരു സഹോദരൻ പണ്ട് പറയുന്ന പോലെ, എങ്ങനെയുണ്ട് സഹോദര? തേങ്ങല്ല. സ്തോത്രം, അല്ലേ? മിക്കവാറും എന്താണ്? തേങ്ങല്ല. അതല്ല. എങ്ങനെയുണ്ട് മുന്നുള്ള പ്രത്യാശ? ഏത് പ്രത്യാശയുള്ളത്? ജീവിക്കുന്ന പ്രത്യാശയാണെങ്കിൽ, അല്ലേ? നിലനിൽക്കുന്ന പ്രത്യാശയാണെങ്കിൽ യു ആർ ഫൈൻ. പക്ഷെ ഈ ലോകത്തിൻ്റെ ഈ ആയുസ്സിൽ മാത്രമുള്ള പ്രത്യാശയാണെങ്കിൽ സകല മനുഷ്യരിലും ദൈവമക്കൾ അരിഷ്ടന്മാരാ, അല്ലേ? അപ്പം നമ്മോട് ചോദിക്കണം, ഏത് ആത്മാവാണ് നമ്മളിൽ വസിക്കുന്നത്? ക്രിസ്തുവിൻ്റെ ആത്മാവാണോ ലോകത്തിൻ്റെ ആത്മാവ്? ലോകത്തിൻ്റെ ആത്മാവ് ഇറ്റ്സ് വെരി പവർഫുൾ. നമ്മൾ ബുദ്ധിയിൽ ഇത് പഠിക്കുമ്പോൾ ഏത് ആത്മാവാ? ദൈവവചന പഠിക്കുന്നത്, പക്ഷെ ബുദ്ധിയിലാണ് പഠിക്കുന്നത്. ഏത് ആത്മാവാ? ലോകത്തിൻ്റെ ആത്മാവ്. ഇതിനകത്തൊന്നും കിട്ടുകയല്ല, ഇതിനകത്ത് ഉള്ളു കിട്ടത്. എന്നിട്ട് കുറേ തിയോളജിയൊക്കെ ഉണ്ടാക്കി ക്രൈസ്തവരോട്, അല്ലേ? കുറേ സയൻറ്റിഫിക്, ഇങ്ങനെ നാളുകളൊക്കെ പലതൊക്കെ സയൻറ്റിഫിക് ആയിട്ട് ഏണ്ടൊക്കെ പ്രൂവ് ചെയ്ത്, അപ്പോഴത്തേക്ക് കുറേ ലോക മനുഷ്യരെല്ലാം കൂടെ, ഓ മാൻ ഇതെന്തൊരു അറിവ്, അല്ലേ? കഴിഞ്ഞിടയ്ക്ക് ഒരു സഹോദരൻ പറഞ്ഞു, ഭയങ്കര ഇംഗ്ലീഷാണ് പുള്ളിയുടെ. ഇംഗ്ലീഷ് പുള്ളി പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആർക്കും അത് അത്ര കട്ടിയായിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്, ആർക്കും ഇരിക്കുന്നവർക്ക് മനസ്സിലാകത്തില്ല. ഇത് ഞാൻ തമാശയായിട്ട് പറയുന്നതല്ല, ഞങ്ങളുടെ ഒരു വേറൊരാളാണ് പറഞ്ഞത്. സ്തോത്രം. ഞാനൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ കുറച്ച് പേരിയ്ക്കുമ്പോൾ പുള്ളി ഒരു പ്രാസംഗിനെ പറ്റി അഭിപ്രായം പറഞ്ഞു. ഞാൻ ഓർക്കത് ഹോൾ പർപ്പസ് ഈസ് ലോസ്റ്റ്. എന്തിനാ പ്രസംഗിക്കുന്നത്? ഒരാശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്, അല്ലെങ്കിൽ ആശയം പകർന്നു കൊടുക്കാനായിട്ടാണ് ഒരാൾ പ്രീച്ച് ചെയ്യുന്നത്, ടീച്ച് ചെയ്യുന്നത്, അല്ലേ? അത് പ്രാസമൊപ്പിച്ച് വലിയ സാഹിത്യ ഭാഷയിലൊക്കെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ
ആൾക്കാരിങ്ങനെ ഇരിക്കും ഇല്ലേ, കയ്യൊക്കെ അടിച്ച് ഒക്കെ ഇരിക്കും. എന്നിട്ട് വെളി വന്ന് പറയും, ഓ എന്തൊരു ഭാഷ ആയിരുന്നു, പക്ഷെ നിനക്ക് വല്ല മനസ്സിലായോടാ? ഇവിടെ വലിയ സാഹിത്യമൊന്നും നമ്മൾ കാണുന്നില്ല അല്ലേ, വളരെ സിമ്പിൾ ഭാഷ. ആരെങ്കിലും ഇത് കേട്ടാൽ, ഇങ്ങനെ സാഹിത്യ ഭാഷയും കട്ടിയായ ഭാഷയിലൊക്കെ പ്രസംഗിക്കുന്നത് ഇത് കേട്ടാൽ ഞാൻ ഈ പകൽക്കാലം അറിയിക്കുന്ന ആ ശബ്ദം നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്തണം അല്ലേ. എന്തിനാ പ്രസംഗിക്കുന്നത്? നിന്റെ അടുത്ത പ്രോഗ്രാമിനാണോ? നിന്റെ മിടുക്ക് കാണിക്കാനാണോ? നിനക്ക് പണം ഉണ്ടാക്കാനാണോ? നിത്യത നീ അവകാശമാക്കാൻ പോകുന്നില്ല. സ്നേഹത്തോട് ഞാൻ നിന്നോട് പറയാം, ആരെങ്കിലും കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കും. രക്ഷയ്ക്ക് വേണ്ടി ഞാൻ പറയും. സാധുശീലനാകുവാൻ യേശു കർത്താവ് 2000 വർഷങ്ങൾക്ക് കാൽവറിയിൽ ഭാരമേറിയ ക്രൂശുമായിട്ട് കടന്നുപോയി. പരമയാഗമായ, സൗമ്യതയുടെ ഉറവിടമായ, താഴ്മയുടെ ഉറവിടമായ അരുമനാഥൻ ദാസനായിട്ട് ഭൂമിയിൽ വന്ന് അല്ലേ, ഒരു ബോസ് അല്ലായിരുന്നു, യജമാനനല്ലായിരുന്നു, എല്ലാവരുടെയും ദാസൻ, എല്ലാവരുടെയും കാല് കഴുകുവാൻ തക്ക വന്നു തന്നെ താൻ താഴ്ത്തിയതായിട്ടുള്ള യേശുവിനെ അറിയുവാനായിട്ട് ജീവിതത്തെ താഴ്ത്തുക. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ 10 8:10 ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. വസിക്കുന്ന, നിങ്ങളിൽ വസിക്കുന്ന. കഴിഞ്ഞ അധ്യായത്തില് നമ്മളിൽ വസിക്കുന്ന പാപത്തെ പറ്റി നമ്മൾ ചിന്തിച്ചല്ലേ. എന്നാൽ ആ പാപം വസിക്കുവാനായിട്ടല്ല നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്, യേശു ക്രിസ്തു വസിക്കുവാനായിട്ടാണ് അല്ലേ. യേശു ക്രിസ്തു നമ്മളിൽ വസിക്കുകയാണെങ്കിൽ തൻ്റെ ഉയർപ്പിൻ്റെ ആത്മാവിനെ കൊണ്ട് നമ്മുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഉയർപ്പിൻ്റെ കാര്യമല്ല പറയുന്നത്, ഈ മർത്യ ശരീരം, പാപം വസിക്കുന്ന ഈ ശരീരത്തിൽ ദൈവത്തിൻ്റെ ജീവനാൽ, ക്രിസ്തുവിൻ്റെ ജീവനാൽ ഇതിനെ നിറയ്ക്കും അല്ലേ. പക്ഷെ ക്രിസ്തു വസിക്കണം അല്ലേ. നമ്മോട് തന്നെ ചോദിക്കണം, ഇരുന്നിട്ട് ചോദിക്കണം, നമ്മോട് തന്നെ ചോദിക്കണം, ക്രിസ്തുവാണോ ഇതിൽ വസിക്കുന്നത്? ഈ മന്ദിരം മറ്റാർക്കും വസിക്കുവാനായിട്ടല്ല ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാ, ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിന് വസിക്കുവാനായിട്ടുള്ള ഒരു മന്ദിരമായിട്ടാണ് സ്തോത്രം ഈ മർത്യ ശരീരത്തെ ദൈവം ഉണ്ടാക്കിയിരിക്കുന്നു അല്ലേ. അപ്പോൾ നമ്മൾ വിട്ടുകൊടുത്തലേക്കത്തുള്ളൂ. അത് തന്നെ, അതാ ഈ ദൈവരാജ്യം അന്വേഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. ഇത് കഥ കേട്ടാലൊക്കത്തില്ല അല്ലേ, ഒരു പ്രീച്ചിങ് ടീച്ചിങ് മാത്രം കേട്ടാലൊക്കത്തില്ല. മാലോഡ് ഇത് അറ്റൈൻ ചെയ്യാൻ യേശു ക്രിസ്തു യഥാർത്ഥമായിട്ട് നമ്മുടെ പോക്കിലും വരവിലും ഉറക്കത്തിലും എവിടെയെല്ലാം ആയിരുന്നാലും ക്രിസ്തു നമ്മളിൽ വസിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാ. അതാണ് പിതാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. 12 മുതൽ 17 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം അല്പമായിട്ട് ചില വാക്യങ്ങൾ ചിന്തിച്ചു. ജഡത്തിനല്ല നമ്മളെ കടക്കാരാകുന്നത്, ജഡത്തെ അനുസരിച്ച് ജീവിക്കാനായിട്ടല്ല നമ്മുടെ വിളി അല്ലേ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. അപ്പോൾ ഇതൊരു സീരിയസ് വിഷയം. ആരായാലും ഞാനത് നാളുകളായിട്ട് ചിന്തിക്കുന്ന വിഷയം, ജഡത്തെ അനുസരിച്ചാണോ ഞാൻ നടക്കുന്നത്, ആത്മാവിനെ അനുസരിച്ചാണ് അല്ലേ. ജഡത്തെ അനുസരിച്ച് ജീവിക്കുമ്പോൾ എനിക്കറിയാം എങ്ങനെയാ ജഡത്തെ അനുസരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്. ജഡീക സ്വഭാവങ്ങൾ വരുമല്ലേ, നമ്മൾ അറിയാതെ തന്നെ പെട്ടെന്ന് ഒന്ന് കോപിക്കാനുള്ള സാധ്യതയുണ്ട്. അതും പാടില്ല. നമ്മളെല്ലാം സൗമ്യതയുടെ ആത്മാവിനെയാണ് നമ്മൾ, ക്രിസ്തുവാണ് നമ്മൾ വസിക്കുന്നെങ്കിൽ സൗമ്യതയുടെ ആത്മാവാണ് നമ്മളിൽ നിന്ന് പുറത്ത് അല്ല, അതിൻ്റെ പ്രവൃത്തിയാണ് പുറത്ത് വരേണ്ടത് അല്ലേ. നമ്മോട് ചോദിച്ചു. അപ്പോൾ ഇത് ഗൗരവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡത്തെ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ മരിക്കും നിശ്ചയമാണ്. നമ്മൾ അറിയാതെയാണ് ജഡത്തെ അനുസരിച്ച് ജീവിക്കും അല്ലേ. ഞാൻ ഓർപ്പിച്ച പോലെ മനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു, ആത്മാവിന്റെ സ്നാനം കിട്ടി, യോധന കൂട്ടത്തിന് പോകുന്നുണ്ട്. നീണ്ട വർഷക്കാലം ഞാൻ ജീവിച്ചത് ആരെ അനുസരിച്ചാണ് ജീവിച്ചത്? ജഡത്തെ അനുസരിച്ച്. എനിക്ക് അറിഞ്ഞുകൂടെ. പാടും ആത്മാവിൻ ജീവിതം, ആനന്ദ ജീവിതം, പാട്ടുപാടി പോവായിരുന്നു
അതെന്താണെന്നൊന്നും കയ്യടിയുടെ ബഹളം കൊണ്ട് സ്തോത്രം എന്ത് സംഭവിച്ചു? പാട്ടിൻ്റെ വരികളൊന്നും ശ്രദ്ധിച്ചില്ല. സ്തോത്രം അല്ലേ? അന്ന് കയ്യടിയുള്ളായിരുന്നു, പിന്നെ ഡ്രമ്മും ഉണ്ടായിരുന്നു. ഇന്ന് എന്തെല്ലാം ഉപകരണങ്ങൾ അല്ലേ? അല്ലേ? ആ സ്റ്റേജൊക്കെ നോക്കിക്കഴിഞ്ഞ് എത്ര ബാലിൻ്റെ വിഗ്രഹങ്ങൾ അതിനകത്ത് ഇരിക്കുന്നു. സ്തോത്രം. ഇതിനെയെല്ലാം കണ്ട് കഴിഞ്ഞവിടെ ആരോ എന്നോട് പറഞ്ഞ് എങ്ങാണ്ട് ഒരു ചർച്ചിൽ കയറി ചെല്ലുമ്പോൾ വലിയ സിംഹത്തെ സ്റ്റേജ് വെച്ചിരിക്കുന്നത്, ഏതോ ഒരു ചർച്ചിൽ. അത് യഹൂദായുടെ സിംഹം. അപ്പം പുള്ളി പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ സിംഹം ആ പുറകിൽ അല്ലേ ഉണ്ടാക്കി വെച്ചിട്ട്. അത് വിഗ്രഹമാണോ? അത് വിഗ്രഹം അല്ലേ? ഒരു പെന്റിക്കോസ്റ്റൽ ചർച്ചിൽ എവിടെയാണോ? എന്തൊരു ഭോഷത്വം! എവിടെയെങ്കിലും ആട്ടെ, എന്തൊരു ഭോഷത്വം! അത് കാണുമ്പോൾ അനുകരണം അല്ലേ? ഇപ്പം എവിടെയും കാഹള ഊതാൻ തുടങ്ങുന്നു അല്ലേ? ഈ ഷോഫാർ അല്ലേ? അത് വേറൊരു കൂട്ടം. ഇതൊക്കെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവ് ആ ഷോഫാർ ഊതിക്കൊണ്ടല്ലേ നടന്നു അല്ലേ? അപ്പോസ്തലന്മാരുടെ കയ്യിലെല്ലാം എന്തോ ഉണ്ടായിരുന്നു ഇല്ലേ? ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഒരു തടിക്കഷ്ണം എടുത്ത് ഇതിൻ്റെ എല്ലാം ഉച്ചയ്ക്ക് എഗൈൻ ഇതൊരു ലാഫിങ് മാറ്റർ അല്ല. ഞാനതിനെക്കുറിച്ച് ഒരു ഭാഗത്ത് എനിക്ക് പ്രയാസം, ഒരു ഭാഗത്ത് വറി ചെയ്യുന്നില്ല. കാരണം ഇതെല്ലാം ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ മധ്യത്തിലാണ് ഒരു വിശുദ്ധ ഗണമ കർത്താവിന് വേണ്ടി നിൽക്കുന്നത് അല്ലേ? ഒരു ശമൂവേലിനെ കൊണ്ട് എവിടെ ആക്കിയത്? അമ്മ കൊണ്ട് ശമൂവേലിനെ നിവേദിക്കുകയായിരുന്നു, ചുമ്മാതം കൊടുക്കുകയല്ലായിരുന്നു. എങ്ങനായിരുന്നു? നിവേദിക്കുക. സ്തോത്രം അല്ലേ? ദൈവത്തിന് വേണ്ടി നിവേദിക്കുക. അന്തരീക്ഷം എന്താ? ഒരു മഹാപുരോഹിതനുണ്ട്, പുള്ളിക്ക് കണ്ണെല്ലാം മങ്ങിത്തുടങ്ങി, ആള് സ്ഥൂലിച്ചവനാ. സ്ഥൂലിച്ചവന സ്കിന്നി എന്നുള്ളതല്ല, സ്ഥൂലിക്കുക എന്ന് പറഞ്ഞാൽ ബിഗ്, ഹ്യൂജ് അല്ലേ? പുള്ളി എവിടെ കിടന്നുറങ്ങും? തൻ്റെ സ്ഥലത്ത് കിടന്നുറങ്ങിയെന്ന് പറയുന്നു അല്ലേ? ദൈവികമായിട്ടുള്ള ബന്ധമൊന്നും ഇല്ല, ദർശനമില്ല, വചനം ദുർലഭം. രണ്ട് നീചന്മാരായിട്ടുള്ള മക്കളാണ് ആര്? പുരോഹിതന്മാർ അല്ലേ? ഹൊഫ്നിയും ഫിനഹാസും ഇല്ലേ? അതിൻ്റെ നടുത്തുണ്ടമാണ് ഇവന് എടുത്തുകൊണ്ട് പോകുന്നത്. ദൈവത്തിന് വേണ്ടിയുള്ളത് ആരപഹരിച്ചുകൊണ്ട് പോവുകയാണ്? ദൈവത്തിന് പോകേണ്ട മഹത്വം ആരാ ഇത് എടുക്കുന്നത്? ലോകമെടുക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കൂട്ടം അപഹരിക്കുക അല്ലേ? യാഗ നിയമങ്ങളെ, യാഗത്തെ ചവിട്ടുന്ന ഒരു കൂട്ടം. എന്തൊരു അന്യായം അല്ലേ? അല്ലേ? നമ്മൾ ഈ ആത്മീയമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓർക്കായിരുന്നു, ഈ കൊട്ടും പാട്ടും ബഹളവും ഒക്കെ ഇട്ട് കഴിഞ്ഞാലും മനുഷ്യൻ്റെ അവിടെ നമ്മൾ സ്ഥിരമായിട്ട് കുറേ നാൾ പോവുകയാണ്, നമ്മുടെ ഇയർ ഡ്രം, നമ്മുടെ കേൾവിക്ക് കാര്യമായ തകരാറ് സംഭവിക്കും. അങ്ങോട്ട് ചെവിക്കാത്തോട്ടല്ലേ കയറുന്നു. ദൈവം ഉണ്ടാക്കിയെന്ന ഇയർ ഡ്രം എന്നൊക്കെ പറഞ്ഞ സാധാരണ സൗണ്ട് പിടിക്കാനുള്ള ഇയർ ഡ്രമാണ്. അത് തല്ലി ഇത് കീറി ഇത് തകർക്കുന്നതായിട്ടുള്ള സൗണ്ട് അല്ലത്. നമ്മൾ പാടുമ്പോൾ ആത്മാവിന്റെ ശബ്ദമൊക്കെ ഉയർന്നിരിക്കും, എന്നാൽ അന്യായമാകരുത് അല്ലേ? എന്നിട്ട് ഇതൊരു കച്ചവട ചരക്കല്ലേ? അതിലെ ബൈബിളിൽ പറഞ്ഞു. അതുകൊണ്ട് ഞാനിതിനകത്ത് വലിയ ഭാരപ്പെടാതെ ഇല്ല. നിങ്ങളെ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമ ആക്കും. പ്രസംഗമല്ല, എന്താ ഇപ്പോഴേ കൗശലവാക്ക് അല്ലേ? അവർ നോക്കൂ എങ്ങനെയാണ് ആൾക്കാരുടെ ഇമോഷന് ഇളക്കുന്നത്. അതിൻ്റെ റിഹേഴ്സലൊക്കെ ഉണ്ട്. അമേരിക്കയിലൊക്കെ റിഹേഴ്സലുണ്ട്. ഒരു 2-3 ദിവസം റിഹേഴ്സ് ചെയ്യും അല്ലേ? ഭർത്താവ് പ്രസംഗിച്ചിട്ട് ഭാര്യയുടെ കൈ പോകുന്നത്, ഭാര്യയുടെ മുൻഖത്തെ എക്സ്പ്രഷൻ, ഇതെല്ലാം ഇതിൻ്റെ പുറമുള്ള സ്ട്രാറ്റജിസ്റ്റ് അത് പറഞ്ഞു കൊടുക്കുക എങ്ങനെയാണ്. കാരണം മനുഷ്യരുടെ ഇമോഷനെ ഇളക്കുന്നു അല്ലേ? ആ ഇമോഷൻ അങ്ങോട്ട് കൂടി വരുമ്പോഴാണ് എൻ്റെ മോൻ പറഞ്ഞത്, നൗ ലെറ്റ് us take an offering. അവിടെയുള്ള ഒരു ചർച്ചിലെ കാര്യമാണ് പറഞ്ഞത്. അമേരിക്കയുള്ള ഓരോന്നല്ല, മിക്കവാറുമുള്ള ആൾക്കാരുടെ ഇമോഷന് അങ്ങോട്ട് അതിൻ്റെ പരമോന്നത അവസ്ഥയിൽ പ്രൈസ് ദി ലോർഡ്, നൗ ലെറ്റ് us take an offering. ബ്ലാങ്ക് ചെക്ക് ഇടാനുള്ളവർ ഇട്ടാട്ട് പിന്നെ പോകുന്ന വഴിക്ക് പ്രാർത്ഥിച്ചിട്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് എമൗണ്ട് വിളിച്ച് പറഞ്ഞാൽ മതി. ഇവിടെ ഒരു സഹോദരനോട് പറഞ്ഞതാണ് അല്ലേ? ചിന്തെല്ലാം വഞ്ചനയല്ലേ? അതാണ് കൗശല വാക്ക് പറഞ്ഞ് വാണിഭമ ആക്കുന്നത്. ജഡമ
ആ ജഡത്തെ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ, പ്രവർത്തിക്കുകയാണെങ്കിൽ മരിക്കും നിശ്ചയം. യു ആർ ഡെഡ്. നോ ചാൻസ് അൺലെസ് യു ടേൺ ബാക്ക് ആൻഡ് കം ബാക്ക് ടു ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് ട്രൂ ടീച്ചിങ്. അല്ലേ പോക. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തനം മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ, അല്ലേ? ശരീരത്തിന്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ജഡമാണ്. ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നു. അപ്പോൾ പ്രവർത്തികളെ മരിപ്പിക്കാനായിട്ടുള്ള ഒരു ഉപാധി ദൈവത്തിന്റെ ആത്മാവിന് സ്വാതന്ത്ര്യത്തോടെ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുവാൻ ഇടം കൊടുത്തോണം. ഒരു തടസ്സമും ഉണ്ടാകാനായിട്ട് പാടില്ല. മുട്ടിന്മേലിരിക്കണം. കർത്താവേ, അവിടുത്തെ ആത്മാവിൻ്റെ പരിപൂർണ അനുസരണയിൽ ജീവിപ്പാൻ എന്നെ സഹായിക്കണം. അത് ഓട്ടോമാറ്റിക്കായിട്ട് ലഭിക്കുന്നൊരു കാര്യമല്ല. അതിന് ജാഗ്രതയോടെ അന്വേഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതിനും മാത്രമേ ആ ജീവിത മേഖലയിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കുള്ളൂ. സ്വർഗീയമായതൊന്നും വെറുതെ കിട്ടത്തില്ല. ഭൂമിയിലുള്ള നമ്മൾ ജോലി ചെയ്താൽ കിട്ടും, ഇല്ലേ? കൗശല വാക്ക് പറഞ്ഞാലും കിട്ടും. പക്ഷെ സ്വർഗീയമായത് കിട്ടണമെങ്കിൽ ജാഗ്രതയോടെ അതിനു വേണ്ടി അന്വേഷിച്ച് യാചിച്ച് മുട്ടി അത് വെറുതെ കിട്ടത്തില്ല. ഒരുത്തൻ മാനസാന്തരപ്പെടണമെങ്കിൽ, കർത്താവായ ലോക രക്ഷിതാവായി വന്നുവെങ്കിൽ ഒരുവൻ മാനസാന്തരപ്പെടണമെങ്കിൽ സ്തോത്രം അവനത് ചോദിച്ചാലേ, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാലേ ഒക്കത്തുള്ളൂ, അല്ലേ? ഒരുവൻ ആത്മാവിൻ്റെ നിറവിലേക്ക് ആത്മസ്നാനം ലഭിക്കണമെങ്കിൽ വെറുതെ കിട്ടുമോ? ഇല്ല. ആർക്കേലും വെറുതെ കിട്ടിയിട്ടുണ്ടോ? ചെന്നങ്ങോട്ട് ഇരുന്നു, സ്തോത്രം, അല്ലേ, ആത്മാവങ്ങ് പകർന്നു, അല്ലേ? ഞങ്ങളുടെ ഒരു സഹോദരൻ പറഞ്ഞു പണ്ടൊരിക്കല്, അതൊരു ഗിഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഈ ഗിഫ്റ്റ് ആരെങ്കിലും ചോദിക്കുമോ? എന്തൊരു, അല്ലേ, എന്തോ ഒരു ആർഗ്യുമെന്റ്, അല്ലേ? ഗിഫ്റ്റ് ആരെങ്കിലും ചോദിക്കും. പക്ഷെ ഈ ഗിഫ്റ്റ് ചോദിച്ച് വാങ്ങിച്ചാലേ ഒക്കത്തുള്ളൂ. സ്തോത്രം. ഇത് സ്വർഗത്തിന്റെ ഗിഫ്റ്റാ. നീ ലോകപ്രകാരം ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് പറയുന്നത്. സ്തോത്രം. ലേലോ ഇത് കിട്ടണമെങ്കിൽ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് പിതാവിന്റെ വാഗ്ദാനമാണ്, നിങ്ങൾ കാത്തിരിക്കണം. സ്തോത്രം. ദാഹിക്കുന്ന യവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീന, അല്ലേ? വിശ്വസിക്കുന്ന യവനും, അല്ലേ? അത് വിശ്വസിക്കുന്നവനാണ്. ആ തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ അവരുടെ ഉള്ളിൽ നിന്ന് ഒഴുകുന്നത്. അപ്പോൾ ഇത് വിശ്വസിച്ചാലേ ഒക്കത്തുള്ളൂ. അതുമാത്രം പോരാ, ദാഹിച്ചാലേ ഒക്കുകയുള്ളൂ. ആ ദാഹത്തിൽ നിന്ന് ഉളവാകുന്നതായിട്ടുള്ള യാചനയും കാത്തിരിപ്പിലൂടെയാണ് ആത്മാവിൻ്റെ സ്നാനത്തിലേക്ക് നമ്മളെ, അല്ലേ? അപ്പോൾ ഇത് വെറുതെ കിട്ടത്തില്ല, ഓട്ടോമാറ്റിക് അല്ല. ഇവിടെ ആത്മാവിന് ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കണമെങ്കിൽ ആത്മാവിന് പ്രവർത്തിക്കുവാനായിട്ട് സ്തോത്രം സ്വാതന്ത്ര്യം കൊടുക്കണം. അല്ലാതെ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയൊരു മുറിയൊക്കെ കൊടുത്തിട്ട് റെന്റിന് താമസിച്ചു എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. സ്തോത്രം, അല്ലേ? ഇത് റെന്റിന് താമസിക്കുന്നതല്ല ദൈവത്തിൻ്റെ ആത്മാവ്. ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കണം, വസിക്കണമെങ്കിൽ ഇതിൻ്റെ ത്രോൺ റൂം മെയിൻ, നമ്മൾ ഇതിനകത്തൊരു ഉണ്ടല്ലോ, അകത്തെ ഉള്ളിലെ ഒരു മനുഷ്യനുണ്ടല്ലോ, അവിടെ ഒരു ത്രോൺ റൂമുണ്ട്. സ്തോത്രം. നമ്മുടെ കണ്ണുകൊണ്ടൊന്നും കാണത്തില്ല, അതിൽ വസിച്ചുകൊണ്ട്, അതിൽ വസിക്കുകയല്ല, വസിക്കുന്നുണ്ട്, എന്നാൽ അധികാരത്തോടുകൂടെ അതിൽ വസിച്ചുകൊണ്ട് പിന്നെ ആത്മാവ് നമ്മളെ നടത്തുന്നത്, അല്ലേ? റോമാലെ 8-ാമത്തെ അധ്യായം. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതായിട്ടുള്ള ഒരു ജീവിതമാണ്. 14-ാമത്തെ വാക്യം. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. മൈ ലോർഡ്. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചു, യോഹന്നാൻ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായെന്നല്ല പറഞ്ഞത്, ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ആ അധികാരം എന്താണ്? ദൈവം കൊടുത്ത അധികാരം എന്താ? ഈ വാക്യമായിട്ട് ചേർത്ത് വായിച്ചിട്ട് നിങ്ങൾ തന്നെ പറയാം. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ജീവിതമാണ് അധികാരം. എന്നാലോചിച്ച് നോക്കിയേ, ഇപ്പോൾ ഇപ്പം കേരള മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു വലിയ ഉയർന്ന ഉദ്യോഗസ്ഥനുമായിട്ട് നമ്മൾ നടക്കുകയാണെങ്കിൽ, നമ്മൾ അവരുടെ കൂടെ നടക്കുകയാണെങ്കിൽ അവരുള്ള അധികാരം കുറച്ചൊക്കെ ഉണ്ടോ? അവർ നോക്കും, ആൾക്കാർ നോക്കുമ്പോൾ ഇത് ആ കൂടെ നടക്കുന്ന ആരോടാണ് നടക്കുന്നത്? അപ്പോൾ എടോ പോടോ വാടാന്നൊക്കെ വിളിക്കുമോ? അല്ലേ? മുഖ്യമന്ത്രിക്കുള്ള അല്ലെങ്കിൽ ആ സീനിയർ ഒഫീഷ്യലിന് അധികാരത്തിൻ്റെ ഒരു അംശം ആർക്കുണ്ട്? കൂടെ നടക്കുന്നു, അല്ലേ? ഇവിടെ പറയുന്നത് ഇത് കൂടെ നടക്കുകയല്ല, ദൈവാത്മാവ് നടത്തുന്ന. അതൊരു അധികാരമാണോ? അതൊരു പവർഫുൾ ആയിട്ടുള്ള അധികാരമാണ്.
അല്ലേ? എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? പിന്നെ ഇവിടെ വലിയൊരു പ്രശസ്തനായിട്ട് ഒരാൾ വരുമ്പോൾ നിങ്ങളെയും പിടിച്ച് അവിടെ ഇരുത്തുകയാണെങ്കിൽ മാൻ ദിസ് ഇസ് ഗ്രേറ്റ് അല്ലേ? ചിലരൊക്കെ അഭിമാനമായിട്ട് പറയുന്നുണ്ട്, ഓ ഞാൻ ഇപ്രാവശ്യം പോയപ്പോൾ ഇന്നാരെ കണ്ടു, വലിയൊരാളായിരിക്കും അല്ലേ, ഞങ്ങൾ കുറേ സമയമാ ചെലവഴിച്ചു. എന്ത് സന്തോഷത്തോടെ പറയുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാ എത്രത്തോളം നാം സീരിയസ് ആയിട്ട് എടുക്കുന്നു അല്ലേ? നമുക്ക് എത്രത്തോളം അഭിമാനമാണ് മാലോട്ട് ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നെ നടത്തുന്നത്. അപ്പോൾ അധികാരം കൊടുത്തു എന്ന് പറയുമ്പോൾ, ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു എന്ന് പറയുമ്പോൾ, ആ അധികാരം ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ജീവിതമാണ് അല്ലേ? അപ്പോൾ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നില്ല എങ്കിൽ അല്ലേ, നമ്മൾ തിരിച്ചൊന്ന് ചിന്തിച്ചാട്ടെ. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നമ്മളത് തിരിച്ച് ചിന്തിക്കുക, അതിൻ്റെ അടുത്ത ഓപ്പോസിറ്റായിട്ട് ചിന്തിക്കുക. ദൈവാത്മാവ് നടത്തപ്പെടാത്തവരോ ദൈവത്തിൻ്റെ മക്കളാണോ? പിശാചിൻ്റെ മക്കൾ. അപ്പോൾ അതെത്ര ഗൗരവമായിട്ട് നമ്മൾ ഏറ്റെടുക്കും. അതിനുവേണ്ടി എത്ര ദിവസം ഉപവസിച്ചിട്ടുണ്ട് ദൈവാത്മാവിനാൽ അല്ലേ? നിങ്ങൾ പല 21 ദിവസം ഉപവസിച്ചിട്ടുള്ളവരും 40 ദിവസം ഉപവസിച്ചിട്ടുള്ളവരും ഉണ്ടല്ലേ? പക്ഷെ ഈ ഒരു അനുഭവത്തിലേക്ക് വരുവാൻ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ജീവിതമാ അല്ലേ? ജഡ സ്വഭാവമല്ല, ആത്മസ്വഭാവത്തിലൊരു ജീവിതമാ. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ മരിപ്പിക്കുന്ന ഒരു ജീവിതമാ. ക്രിസ്തുവിന് അനുരൂപിയാകുവാനായിട്ടുള്ളൊരു ജീവിതമാ. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നതായിട്ടുള്ള ഒരു ജീവിതമാ. ഈ പ്രാർത്ഥനയുടെ കാര്യമാണ്. നമ്മൾ 21 ദിവസം ഇരിക്കുന്നതെന്ന് വിചാരിച്ചു. ഇന്ന് അടുത്ത പ്രാവശ്യം എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങളുടെ പുറകിലുള്ള ലിസ്റ്റുകൾ എന്തായിരിക്കുമെന്ന്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. മറ്റ് പല വിഷയങ്ങൾ കാണുമ്പോൾ അതല്ല പ്രധാന വിഷയം. കാരണം നീ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കും. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട് അല്ലേ? ഇത് നമ്മൾ പീസായിട്ടൊക്കെ അതും ഇതുമൊക്കെയാണ് ചോദിക്കുന്നത്. ദൈവരാജ്യം മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ നമ്മൾ ചോദിക്കുന്നത്, കർത്താവ് എനിക്ക് അത് വേണം, എനിക്കിത് വേണം. ഒരുപാട് കാര്യങ്ങൾ ലോകപ്രകാരം ചോദിക്കുന്നുണ്ട്. എന്നാൽ ദൈവം പറയുന്നത്, കുഞ്ഞുങ്ങളെ അതല്ല, അത് ജാതികൾ അന്വേഷിക്കുകയാണ്. നിങ്ങൾ ദൈവരാജ്യം, എൻ്റെ രാജ്യവും എൻ്റെ നീതിയും അന്വേഷിക്കുകയാണെങ്കിൽ ആ രാജ്യത്തിൽ എന്തെല്ലാം ഉണ്ട്? നിനക്ക് വേണ്ടിയത് സകലതുമാ, നിനക്ക് ഞാൻ ഒരുക്കി വെച്ചത് സകലതുമാ ഉണ്ട്. ഓക്കെ, അതിൽ നീ തൃപ്തിയോട് ജീവിക്കുകയാണെങ്കിൽ നിനക്ക് നീതിയോടൊരു ജീവിതമാ നയിക്കാം. അതല്ല നീ നിന്റെ ഇഷ്ടത്തിന് എല്ലാം ഇത് കാട്ടിക്കൂട്ടുകയാണെങ്കിൽ അതിൻ്റെ കൂടെ എന്തോ ഉണ്ട്? ഈ പറയുന്നതായിട്ടുള്ള എല്ലാ കെടുതികളും ഉണ്ട്. ഒരു പാക്കേജ് ഡീല. ചോദിച്ചു ഒത്തിരി കാര്യങ്ങൾ കിട്ടി, പക്ഷെ ഇപ്പം പ്രാർത്ഥിക്കാൻ സമയമില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇൻവോൾവ് ആകുന്നു. നമ്മുടെ വിശുദ്ധ ജീവിതത്തെ ചോദ്യം ചെയ്യുന്ന പ്രവൃത്തികളാണ് നാം ചെയ്യേണ്ടി വരുന്നത് അല്ലേ? അത് സ്വർഗരാജ്യമാണോ? അല്ലെ, സ്വർഗരാജ്യം അതിൻ്റെ നീതി നാം അന്വേഷിക്കുകയാണെങ്കിൽ അവർ ഒറ്റ കാര്യം അന്വേഷിച്ചാൽ മതി ഇല്ലേ? കർത്താവിൻ്റെ പുതിയ നിയമത്തിൽ 2 കൽപ്പന ഉള്ള പോലെ 2 കൽപ്പന ഇല്ലയിലേക്ക് നാം വരികയാണെങ്കിൽ നമ്മൾ പൂർണ്ണരായി. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുക. കൂട്ടുകാരനെ നിന്നെ പോലെ. ഈ 2 കൽപ്പനയുടെയും പൂർണ്ണതയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമ്മുടെ ജീവിതം ഫുൾ കംപ്ലീറ്റ്. ഇതിനകത്ത് സകല ന്യായപ്രമാണവും സകല പ്രവാചകന്മാരും അതിനകത്ത് അടങ്ങിയിരിക്കുന്നു. അബ്സല്യൂട്ട്ലി. നമ്മുടെ പ്രോബ്ലം എല്ലാം എവിടെ ഉണ്ടാകുന്നത്? ദൈവത്തോടും മനുഷ്യരോടും നമ്മുടെ പ്രോബ്ലം ഇവിടെ അല്ലേ? ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഈ കർത്താവിൻ്റെ ദാസന് ഒരു വലിയ ധനാഠ്യനായിട്ടുള്ള ഒരുവനാണെങ്കിൽ വേറൊരാൾ നിങ്ങളെ കാണുമ്പോൾ, ധനമൊന്നുമില്ല, കാണുമ്പോൾ എന്തുണ്ടാകും? എന്തുണ്ടാകും? ഒരാൾ പെട്ടെന്ന് കാണും, ഇയാൾ ധനാഠ്യന എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ചിന്ത പെട്ടെന്ന് മനസ്സിൽ വരുന്നത്. നിങ്ങൾ ഭയങ്കര പരിശുദ്ധന്മാരാണെന്ന് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ? പല വികാരങ്ങളും നമ്മുടെ ഉള്ളിൽ വിചാരങ്ങളും ഉണ്ടാവും. അല്ലേ? ഭാഗ്യവാനാന്ന് പറഞ്ഞപ്പോൾ തന്നെ തെറ്റി അല്ലേ? നമ്മൾ എത്രയോ കാര്യങ്ങൾ ഈ ഭാഗ്യവാന്മാർ എന്നുള്ള ബേസിസ് എന്താ പറഞ്ഞാട്ടെ?
ഭാഗ്യവാൻ. കോവളൻ എന്താ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഉയർച്ച കാണുമ്പോൾ എന്ത് വിളിക്കും? ഭാഗ്യവാൻ. പക്ഷെ കർത്താവിൻ്റെ ഡിക്ഷണറിയിൽ ഉണ്ടോ അത്? ഇല്ല. കർത്താവ് പറഞ്ഞ ആത്മാവിൽ ദരിദ്രരായവര് അല്ലോട്. അപ്പോൾ തെറ്റിയല്ലോ. നീതിക്ക് വശം ദാഹിക്കുന്നവര് ഭാഗ്യവാൻ. കരുണയുള്ളവര്, സമാധാനം ഉണ്ടാക്കുന്നവര്, ഹൃദയശുദ്ധിയുള്ളവര്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവര്. നിങ്ങൾ എത്ര പ്രാവശ്യം അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ട്? അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഭാഗ്യവാന്മാരാന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? അങ്ങനെയാണ് നമുക്ക് ജഡസ്വഭാവം അല്ലേ? ഹല്ലേലൂയ. ഞാൻ പണ്ട് കാലങ്ങളിലൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നോട്ട് ലേറ്റ്, ഈ ബില്യനേഴ്സിൻ്റെ ലിസ്റ്റ് വരും. ബില്യനേഴ്സിൻ്റെ ഫോർബ്സ് മാഗസിനിൽ 100 ബില്യനേഴ്സിൻ്റെ ലിസ്റ്റ് വരും. അപ്പം ഞാൻ കയറി ചാടി നോക്കുവാൻ ആരൊക്കെയാണ് ബില്യനേഴ്സ്, ഇന്ത്യക്കാർ എത്ര പേരുണ്ട്. ഒരു ദിവസം ഞാൻ നോക്കിയപ്പോഴും, ഒരു പ്രാവശ്യം നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവാണ്, നിന്റെ ഉള്ളിൽ ജഡസ്വഭാവമില്ല. വൈ യു ആർ എക്സൈറ്റഡ് അബൌട്ട് ബില്യനേഴ്സ്? ഞാൻ ഭൂമി വന്നപ്പോൾ ഐ വാസ് നോട്ട് എ ബില്യനർ. ഞാനൊരു സാധാരണക്കാരനായിരുന്നു അല്ലേ? അതാവ് തന്നെ പറയുന്നത്, മനുഷ്യപുത്രന്റെ തല ചായ്പാൻ he was a simple man. He's a nomad അല്ലേ? ഇപ്പൊ എന്നെപ്പോലുള്ള കുറച്ച് പേരുടെ ലിസ്റ്റ് വരികയാണെങ്കിൽ നീ കയറി വായിക്കുമോ? This is what I'm saying. നമ്മൾ ഈ ഇതൊക്കെ വലിയ ബൈബിളൊക്കെ വായിച്ച് വലിയ ടീച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താ കിടപ്പുണ്ടുള്ളിൽ? സെയിം. അതിൽ നിന്ന് വിടിവെച്ചതിനാൽ സ്തോത്രം. ലോകത്തിലുള്ളത് പൊങ്ങച്ചം കണ്ടിട്ട് ഭാഗ്യവാനെന്ന് ഞാനും നീയും പറയുകയാണെങ്കിൽ നമ്മളിപ്പോഴും ജഡസ്വഭാവങ്ങൾ ഉള്ളവർ, നമ്മളിപ്പോഴും ലൗകികന്മാരാണ്. അതിനോട് വ്യക്തമായിട്ട് ഒരു സമയം സംസാരിച്ചു. അന്ന് പോലെ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് അതിൽ നിന്ന് വിടുതൽ വേണം അല്ലേ? ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ ഒരു ഉയർന്ന ഒരാൾ വരികയാണെങ്കിൽ നമ്മളുടെ പ്രവണത എന്താണ്? ഞങ്ങളുടെ സഭയിൽ എന്താണ് നമ്മുടെ പ്രവണത? അവിടെ ഒരു സാധാരണക്കാരനെ പറ്റി ആയിരിക്കും നമ്മൾ പറയുന്നത്. അല്ല, അപ്പം ഞങ്ങളുടെ സഭയിൽ ഇന്നടത്ത് ഇന്നാർ അല്ലെങ്കിൽ ഈ സ്ഥാനത്തുള്ള ഒരാൾ അല്ലേ? കാരണം ലോകത്തിൻ്റെ ഉന്നതിയാണ് ജഡസ്വഭാവം അന്വേഷിക്കുന്നത് അല്ലേ? കർത്താവ് പറയുന്നത് അത് വളരെ സിമ്പിൾ ഫോമിൽ കർത്താവ് പറയുന്നുണ്ട്, ലോകത്തിൽ ഉന്നതമായത് ദൈവത്തിൻ്റെ മുൻപാകെ അറപ്പാകുന്നു അല്ലേ? ലോകത്തിൽ ഉന്നതമായത്. ഇപ്പം ലോകം പറയുന്നു, ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹം പറയുന്നത്, man, come and see our headquarters അല്ലേ? അപ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആണെങ്കിൽ ഹീസ് എ മാൻ ഓഫ് ദിസ് വേൾഡ് അല്ലേ? അപ്പോൾ ചിന്തിച്ചോണം, കർത്താവിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, കർത്താവിൻ്റെ എരിശലേം ഹെഡ്ക്വാർട്ടേഴ്സ് എല്ലാം ഉണ്ടായിരുന്നോ? ശിഷ്യന്മാർക്കുണ്ടായിരുന്നോ? ഇല്ല. ഞാൻ ഈ വചനത്തിൽ വരുന്ന ചിന്തകളാണ് നിങ്ങളോട് പറയുന്നത്. ഞാനത് വചനവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നും ഇതിനകത്ത് പ്രോബ്ലമാണ്. ജഡസ്വഭാവം, ജഡത്തിനുള്ളത്, ലോകത്തിൻ്റെ ഉന്നതി, ലോകത്തിൻ്റെ മാനം, ലോകത്തിൻ്റെ മഹത്വം, ഇതിനെയെല്ലാം റിജക്റ്റ് ചെയ്തതായിട്ടുള്ള യേശുവിനെ എനിക്ക് നിനക്കും എങ്ങനെ അനുഗമിക്കുവാനായിട്ട് കഴിയുമോ? നിങ്ങൾ പിന്നെയും ഭയപ്പെടുന്ന ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രയേ പ്രാപിച്ചു. നാം ദൈവത്തിൻ്റെ മക്കളെന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. നമ്മ മക്കളെങ്കിലോ അവകാശികളുമാവുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. അത് പോയി ധ്യാനിക്കണം. അതെന്താണ് ആ കഷ്ടം അല്ലേ? നമ്മുടെ മാനത്തെ അല്ലേ നമ്മളെ ഒന്ന് കൊച്ചാക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ട് ജോസഫ് പാസ്റ്റർ? ആസ് ആൻ എക്സൈറ്റിംഗ് ഡേ അല്ലേ? നമുക്കെതിരായിട്ട് ഒരു ദൂഷണം വരികയാണെങ്കിൽ നമ്മൾ വളരെ എക്സൈറ്റഡ് ആണോ? എന്നാലും അവന് എന്നെപ്പറ്റി പറഞ്ഞല്ലോ, ഒരാഴ്ചത്തേക്ക് നീളുമായിരിക്കും. പിന്നെ അവനെ കണ്ടു കഴിഞ്ഞാൽ അല്ലേ, ഞങ്ങളുടെ അവിടെ പണ്ടൊരിക്കൽ പാസ്റ്റർ പറഞ്ഞ അവൻ്റെ തലയിൽ ഇടുതി വീണെന്ന് പുള്ളി പ്രാർത്ഥിച്ചെന്നാണ് പറഞ്ഞത്. അവർ വെള്ളക്കാരായതുകൊണ്ട് ഇതൊക്കെ പറയും അല്ലേ? പുള്ളി പ്രാർത്ഥിച്ചു ഒരു വിഷയം വന്നപ്പോഴാണ്. എന്നിട്ട്
പിന്നെ ദൈവത്തിൻ്റെ ആത്മാവ് പുള്ളിയെ അത് കൺവിക്റ്റ് ചെയ്തപ്പോൾ അയാൾ അനേകം മൈലുകൾ ഡ്രൈവ് ചെയ്തിട്ട് ആ പാസ്റ്ററിൻ്റെ അടുക്കൽ ചെന്ന് പാസ്റ്ററോട് പറഞ്ഞു, ഞാൻ ഇങ്ങനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, തെറ്റിപ്പോ, എന്നോട് ക്ഷമിക്കണം. സ്വതന്ത്രം അല്ലേ? നമ്മളായിരുന്നല്ലോ. കർത്താവേ അങ്ങനെയൊക്കെ പറ്റിപ്പോയി അല്ലേ? ഇപ്പം നമ്മൾ ന്യായം പറയും, കണ്ടില്ല അവന്. അപ്പോൾ നീതിക്ക് വിശന്ന് ദാഹിക്കുവാൻ പറഞ്ഞിട്ട് അവർക്ക് തൃപ്തി വരുമെന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഇല്ല, നീതിയോടൊരു ജീവൻ നയിക്കുവാനാണ് ദൈവം നമ്മളെ സഹായിക്കുന്നു. പക്ഷെ അതിൻ്റെ ഫലം എന്താ? നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവര്. അതതിൻ്റെ ഭാഗം. നീ നീതിയോട്, ക്രിസ്തുയേശുവിൽ ഭക്തിയോട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം എന്തോ ഉണ്ട്? ഉപദ്രവമുണ്ട്. അതിൻ്റെ ഭാഗം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഏറ്റവും അടുത്ത നമ്മുടെ പ്രിയപ്പെട്ടവർ തന്നെ നമ്മൾ റിജക്റ്റ് ചെയ്യും അല്ലേ? അവർ പറയാം വിടക്കം നീണ്ടും പോഷണം നീണ്ടും ഇല്ലേ? അവൻ പറയും ഇവൻ്റെ തലയ്ക്ക് ഈയമാണെന്ന് പറയും. അങ്ങനെ പറയുകയാണെങ്കിൽ യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. കാരണം എന്താ? നമ്മുടെ അരുമനാഥനെയും സ്തോത്രം അങ്ങനെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോസ്തലനെ പറയുന്ന പോലെ ഞങ്ങളെല്ലാവരും ആരും അറിയാത്തവരെങ്കിലും എല്ലാവരും അറിയുന്നവർ അല്ലേ? അവിടെ ഒരു ലിസ്റ്റ് അവിടെ എഴുതിയിട്ടുണ്ട് അപ്പോസ്തലനെ പറ്റിയുള്ള ദൂഷണങ്ങൾ അല്ലേ? അപ്പോൾ തേജസ്കരണം വേണമോ? നീതിയോടൊരു ജീവിതം. വെറുതെ പോയിട്ട് അടിപിടി ഉണ്ടാക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത് അല്ലേ? നമ്മുടെ തോന്നിയതുപോലെ ജീവിച്ച് വരുന്നതായിട്ടുള്ള കഷ്ടതകളും കടഭാരവും മറ്റേ ഭാരവും ഈ ഭാരവും ഒന്നും അല്ല പറയുന്നത് അല്ലേ? കുടുംബകലഹത്തിൻ്റെ കാര്യമല്ല ഇത് പറയുന്നത്. സ്തോത്രം. നീതിയോടെ ജീവിക്കുമ്പോൾ, യേശുവിൻ്റെ വചനത്തിൻ്റെ സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമുക്ക് എതിരായിട്ടുണ്ടാകുന്നതായിട്ടുള്ള പ്രതികൂലങ്ങൾ, പോരാട്ടങ്ങൾ, നിന്ദകൾ, പഴികൾ, ദുഷികൾ, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതൊന്നുമില്ല എങ്കിൽ ബെറ്റർ ചെക്ക് യുവർ ട്രാക്ക് അല്ലേ? ഇതൊന്നുമില്ല, ലോകം നോക്കിയോ കോമളനോ, മാൻ ഈസ് ഗ്രേറ്റ് അല്ലേ? ജോലിനെ നോക്കിയാൽ മാൻ ഈസ് ഗ്രേറ്റ്, എന്തൊരു നല്ല ചെറുപ്പക്കാരൻ അല്ലേ എന്ന് ലോകം എല്ലാം കൂടെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്തല്ലേ ഒക്കത്തുള്ളൂ. ആർ വി ഓൺ ദ റൈറ്റ് ട്രാക്ക്? ക്രിസ്തുവേശിൽ ഭക്തിയോട് ഈ പ്രമാണത്തിന് വേണ്ടി ജീവിക്കുവാൻ നമ്മൾ ആഗ്രഹിച്ച് ജീവിക്കുകയാണെങ്കിൽ കഷ്ടമുണ്ട്, നിന്നയുണ്ട്, പരിഹാസമ ഉണ്ട്. കാരണം ഇത് വേറൊരു ജീവിതമാണ് ദൈവമക്കളെ. ഈ ലോകത്തിന്, ഇന്നത്തെ സഭാ സിസ്റ്റത്തിന് മനസ്സിലാകുന്ന ഒരു ജീവിതമാ അല്ല അല്ലേ? വിലയാൻ നോക്കുമ്പോൾ സ്തോത്രം ഈ കൂട്ടത്തെ ശപിക്കാനായിട്ട് സാധ്യമല്ല. കാരണം എന്താ? ഇവർ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ഇത് തനിച്ച് പാർക്കുന്ന ഒരു എല്ലാത്തിനും കയറി കോംപ്രമൈസ് പരിപാടി അല്ലിത്. തെറ്റ് കണ്ടാൽ തെറ്റ്, നമ്മൾ അതിൽ ഇടകലരാൻ ഒക്കത്തില്ല അല്ലേ? കാരണം ഒരു പ്രമാണമുണ്ട്, ദൈവത്തിൻ്റെ പ്രമാണമുണ്ട്. ആ പ്രമാണം വിട്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ അങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ലോകം നമ്മളെ വെറുക്കുക, നമ്മുടെ പ്രിയപ്പെട്ട നമ്മളെ വെറുക്കുവാനായിട്ട് തുടങ്ങുന്നത്. സ്തോത്രം. സമയം 1 മണിയാകാൻ തുടങ്ങുന്നു. സൃഷ്ടിക്ക് വരെ അറിയാം നമുക്കുള്ള നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്താണ് അല്ലേ? എന്നോട് കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ച സൃഷ്ടി ആര്? നമുക്കറിയാമോ? ഈവൻ സ്വർഗമണ്ഡലത്തിൽ അനേക സൃഷ്ടികളുണ്ട് അല്ലേ? പല ദൂതന്മാർ, പല ദൂത സഞ്ചയങ്ങൾ തന്നെയുണ്ട്. കെരൂബ്സ് ഉണ്ട്, ആർക്കേഞ്ചൽസ്, 2 പേരുടെ പേര് എഴുതിയിട്ടുണ്ട്, ഗബ്രിയേൽ ആൻഡ് മിഖായേൽ. സെറാഫീംസ് വേറൊരു ഗ്രൂപ്പുണ്ട്. പിന്നെ മറ്റ് പല ഗ്രൂപ്പുകളുണ്ട്. ദൈവപുത്രന്മാരെന്ന് പറഞ്ഞൊരു കൂട്ടം, അതൊരു കൂട്ടം ഏഞ്ചൽസ് ആയിരിക്കാം. അവരെല്ലാം ആകാംക്ഷയോട് കാത്തിരിക്കുക അല്ലേ? ഓർത്ത് നമ്മുടെ
നമ്മുടെ സേവകാത്മക്കളായിട്ടുള്ള ദൂതന്മാരുണ്ടല്ലേ, അല്ലേ? നമ്മളെ സൂക്ഷിക്കുന്ന ദൂതന്മാർ. ഇബ്രാഹിം നമ്മളത് വായിക്കുന്നു അല്ലേ? ഇവരെല്ലാവരും അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ രക്ഷ പ്രാപിക്കുക ഉള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കള് അല്ലയോ? നമ്മൾ അറിയാതെ തന്നെ ദൂത വലയമുണ്ട്. എല്ലാം ഓരോരുത്തർക്ക് വേണ്ടി ദൂതന്മാരെ നിയമിച്ചിട്ടുണ്ട്. കർത്താവ് തന്നെ ഇത് പറയുന്നുണ്ട്. അവർക്കറിയാം, അവർക്ക് അതിൻ്റെ അല്പമായ വെളിപ്പാടുണ്ട്. അവർക്ക് അറിഞ്ഞുകൂടാത്ത അനേക കാര്യങ്ങൾ യഥാർത്ഥ ദൈവസഭയിലൂടെയാണ് വെളിപ്പെടുന്നത്. എഫേസ്യ ലേഖനത്തിൽ അല്ലേ? മനസ്സിലാത്ത പല കാര്യങ്ങളും മാലോട് ഇതാണോ ഇവരെക്കുറിച്ചുള്ള ഉദ്ദേശങ്ങൾ? എങ്ങനെ? എക്സാക്ട്ലി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നതായിട്ടുള്ള ജീവിതത്തിൻ്റെ ചില മേഖലകൾ കാണുമ്പോൾ ഇതിനാണോ ദൈവപുത്രന് മനുഷ്യപുത്രനായിട്ട് വന്ന് ക്രൂശിൽ പരമയാഗമായത് അല്ലേ? ദൂതന്മാർക്ക് അനേക രഹസ്യങ്ങൾ യഥാർത്ഥമായിട്ട് ജീവിക്കുന്നതായിട്ടുള്ള ദൈവ പൈതങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത് അല്ലേ? എന്നാൽ നമ്മളെല്ലാം ദൈവപുത്രന്മാർ ആകുവാനായിട്ടുള്ള വിളിയാണെന്നുള്ള ആർക്കറിയാം? ഈ സൃഷ്ടിക്കെല്ലാം അറിയാം അല്ലേ? എന്നാൽ നമ്മുടെ ജീവിതം കാണുമ്പോഴോ ജീവിതം കാണുമ്പോൾ ഇവരെല്ലാം അടിമത്തത്തിൽ കിടക്കുകയാണല്ലോ അല്ലേ? ദ്രവത്വം എന്ന് പറയുന്നത് ദ്രവത്വത്തിന്റെ ദാസ്യത്തെ ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിച്ചു. ദ്രവത്വം അദ്രവത്വം, കറപ്ഷൻ ഇൻ കറപ്ഷൻ അല്ലേ? അപ്പോൾ നമ്മൾ കറപ്ഷൻ, അത് ദ്രവിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഓടുന്നതെങ്കിൽ നമ്മളിവിടെ കിടക്കുക, നമ്മൾ അടിമത്തത്തിൽ കിടക്കുക അല്ലേ? ഇപ്പം നമ്മുടെ വീട് കണ്ട് നമ്മൾ എക്സൈറ്റഡ് ആണ്. നമ്മൾ മനോഹരമായിട്ടൊരു വീട് വെച്ചു. ഇഫ് യു ഗെറ്റ് എക്സൈറ്റഡ് വിത്ത് ദാറ്റ്, നമ്മളുടെ എവിടെയാണ് നമ്മുടെ മനസ്സ്? മാലോട് അല്ലേ? അപ്പോൾ ദ്രവത്വം. നമ്മുടെ പ്രൊഫഷൻ, നമ്മുടെ ഹയസ്റ്റ് ഡിവൈൻ ഓർഡറിൽ വരുമ്പോൾ ഇതൊന്നും ഒരു വിഷയമേ അല്ല. ഓ ഗ്ലോറി, അത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ നമ്മളങ്ങ് ടൂ മച്ച് വാല്യൂ ഇതിന് കൊടുക്കുകയാണെങ്കിൽ അല്ലേ, അത് നമ്മുടെ പ്രൈഡ്, നമ്മുടെ ഈഗോയെ വളർത്തുവാനായിട്ടുള്ള ഒരു മീൻസ് ആണെങ്കിൽ then we have a problem അല്ലേ? ദ്രവത്വമാണ്. അപ്പോൾ ദ്രവത്വത്തിൽ, അതായത് ദ്രവത്വം കറപ്റ്റബിൾ ആയിട്ടുള്ള ഇതിൽ നമ്മുടെ മനസ്സ് വയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഈ സൃഷ്ടികൾ പറയുന്നത് എന്താണ്? അത് അടിമത്തമാണ്. അത് അടിമത്തം. അടിമത്തത്തിലുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴേ നമുക്ക് ലഭിക്കണം. കാരണം ആ സ്വഭാവത്തിൽ നിന്ന് ദ്രവത്വമായതിലല്ല നമ്മുടെ മനസ്സ് അദ്രവത്വമായത് അല്ലേ? അതുകൊണ്ടാണ് ആ ഭാഗം കർത്താവ് നമ്മൾ പഠിപ്പിക്കുന്നത്. പുഴുവും തുരുമ്പും കെടുക്കുകയും ദ്രവത്വം, കള്ളന്മാര് തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങളുടെ നിക്ഷേപങ്ങളെ സ്വരൂപിക്കരുത്. അവിടെ തന്നെ തെറ്റി അല്ലേ? നിക്ഷേപം ഉള്ളവനുണ്ട്, നിക്ഷേപം ഇല്ലാത്തവനെ ഓടി നടക്കുക. നിക്ഷേപമാ ഉണ്ടാക്കാൻ ഈ ഭൂമിയിൽ ഉണ്ടാക്കണം. അവിടെ തെറ്റി. അവിടെ ഞാൻ ഇന്നലെ പറഞ്ഞു, ധനവാനാകേണ്ട ആവശ്യമില്ല. ധനത്തിൻ്റെ ആഗ്രഹം ഉണ്ടെങ്കിൽ അവൻ്റെ പേരെന്തുവാ? ദ്രവ്യാഗ്രഹം. ദ്രവ്യത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അതും പോഷത്വമാണ്. നമ്മൾ അതിനു വേണ്ടി തന്നെ ഓടുകയാണ്. നമ്മുടെ പ്രൊഫഷന്, നമ്മുടെ ബിസിനസ്, നമ്മുടെ മിനിസ്ട്രി, മൈ മിനിസ്ട്രി അല്ലേ? അതിനെന്തെല്ലാം വേലകളാണ് കാണിക്കുന്നത് അല്ലേ? രാപകമില്ലാതെ ഉറക്കമില്ലാതെ എന്ത് നമ്മൾ ബിൽഡപ്പ് ചെയ്യുക? ആരുടെ മിനിസ്ട്രി ബിൽഡപ്പ് ചെയ്യുക? അതിനെപ്പോഴും എന്താ ഈ മൈ മിനിസ്ട്രി? ഹല്ലേലൂയ. അപ്പോൾ അതെല്ലാം പുഴുവായിരിക്കുന്ന ദ്രവത്വം. അപ്പൊ നമ്മോട് ചോദിക്കണം, നമ്മൾ ദ്രവത്വമാണോ അന്വേഷിക്കുന്നത്? അദ്രവത്വം നിലനിൽക്കുന്ന പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപങ്ങളെ എവ്രി ഡേ സ്വരൂപിച്ചല്ലേ ഒക്കത്തു. അത് സൗമ്യതയുടെ ഒരു ജീവിതമാണ്. അതൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിൽ ചെല്ലുന്ന പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞാൽ അതിനകത്ത് എന്തുണ്ട്? ജീവനുണ്ട്.
Praise the Lord. Hallelujah. Hallelujah. ആ വിശുദ്ധിയുടെ മേഖലയിലെ ഒരു സ്ഥാനത്തേക്ക് നടക്കുമ്പോൾ തന്നെ ദൈവരാജ്യം അവിടെ വെളിപ്പെടുകയാണ്. Glory to God. Hallelujah. Praise the Lord. പിന്നെ അനേക കാര്യങ്ങൾ കർത്താവ് പറയുന്നുണ്ട്. നമ്മൾ ഇതിനു വേണ്ടി നമ്മുടെ ജീവിതത്തെ സാക്രിഫൈസ് ചെയ്യുകയാണെങ്കിൽ, ഇതിനു വേണ്ടി നാം വില കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ തന്നെ താൻ ത്യജിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ അല്ലേ. പിന്നൊരു കാര്യം പറയുന്നത് അല്പം കട്ടിയാ, പക്ഷെങ്കിൽ അത് നിക്ഷേപം ഉണ്ടാക്കാനായിട്ടുള്ളൊരു മീൻസാണ്. നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്വർഗത്തിൽ പഴകിപ്പോകാത്ത മട്ടിശ്ശേരി അല്ലേ. പ്രൈസ് ദി ലോർഡ്. വിൽക്കാനൊന്നും ഇല്ലെങ്കിൽ നല്ലതാണ് കേട്ടോ. ഒത്തിരി വിൽക്കാനുണ്ടെങ്കിൽ നമ്മൾ ചുറ്റി. കാരണം വിറ്റിപ്പം ദരിദ്രർക്ക് കൊടുക്കുന്നവരെ ഒരേക്കർ സ്ഥലമൊക്കെ വിറ്റ കോടിക്കണക്കിന് അല്ലേ, നമ്മൾ ചുറ്റിപ്പോകത്തില്ല. എങ്ങനെ അല്ലേ? നമുക്കന്നേരം ഒരുപാട് ആശയങ്ങൾ വരും അല്ലേ. ഏറ്റവും സേഫ് ആയിട്ടുള്ള ജീവിതം പരദേശിയാകുക. പരദേശികൾ നാം ഭാഗ്യശാലികൾ. ഇതുപോലൊരു ജാതിയുണ്ട്. ലോകം നോക്കുമ്പോൾ ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല. ഇത് എന്താ ഇവന്റെ? ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു പ്രത്യേക ജാതിയാണ്. ഇതൊരു രാജകീയ പുരോഹിത വർഗമാണ്. ഇതൊരു വിശുദ്ധ ജനമാണ്. ഇന്നത്തെ പെന്തക്കോസ്തുകാർക്ക്, ഇന്നത്തെ പ്രോസ്പെരിറ്റിക്കാർക്ക് അത് മനസ്സിലാകത്തില്ല. കാരണം നിക്ഷേപത്തിന്റെ ഡെഫിനിഷൻ ഒക്കെ വേറെയാണ് അവർക്ക്. ഇത് സ്വർഗത്തിലെ നിക്ഷേപമാണ്. ഇത് ലോകത്തെ ത്യജിച്ചുകൊണ്ട് സ്വർഗീയമാതിരെ കാക്ഷിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ്. ഇതുപോലൊരു ജാതി പ്രദേശികൾ നാം ഭാഗ്യശാലികൾ. ഇതുപോലെ യഹോവ ദൈവമാം, വിശുദ്ധ ജാതി നാം. അവൻ അവകാശമാം, അവന്റെ അവകാശമാണ്. നമ്മുടെ അവകാശമല്ല, നമ്മുടെ ഡിനോമിനേഷന്റെ അവകാശമല്ല. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ ആർക്കും നമ്മുടെ മേൽ അവകാശമില്ല. നമ്മുടെ അവകാശം ക്രിസ്തുവില്. ദൈവം നമ്മെ നോക്കുമ്പോൾ ഇതെന്റെ ജനമാ. ഇവരിൽ വേറെ ആർക്കും അവകാശമില്ല. ഇവർ ലോകത്തിന് അവകാശമില്ല. ഇവർ ദ്രവ്യത്തിന് അവകാശമില്ല. ലോക സമ്പത്തിൽ ഇവർക്ക് അവകാശമില്ല. ഇവരുടെ അവകാശം പ്രൈസ് ദി ലോർഡ് ജീവിക്കുന്നവനായ ദൈവമാണ്. അവരെ നോക്കിയാണ് പറയുന്നത് ഇതെന്റെ ജനമാണ്, ഞാനാണ് ഇവർക്ക് ദൈവം അല്ലേ. വേറൊരു കൂട്ടത്തെ നോക്കുമ്പോൾ അനേക ദൈവങ്ങളുണ്ട് അല്ലേ. അവരുടെ ചുറ്റുപാടുകളായിരിക്കും അവർക്ക് ദൈവം. അവർക്ക് തന്നെയാ ദൈവമായിരിക്കും അല്ലേ. അവരുടെ ഡിനോമിനേഷൻ ആയിരിക്കും, അവരുടെ മഹിമയും അവരുടെ പൊസിഷനുമായിരിക്കും ദൈവം. എന്നാൽ യഥാർത്ഥമായിട്ടുള്ള ദൈവമക്കളെ തന്നെ വാസ്തവമായിട്ട് സേവിക്കുന്നതായിട്ടുള്ള ഒരു കൂട്ടത്തെ ദൈവം നോക്കുമ്പോൾ മാലോട് ഇതെന്റെ ജനമാണ്. സ്തോത്രമാ. ഇതെന്റെ ജനമാണെന്ന് കാരണം എന്താ? ഞാനാണ് അവർക്ക് ദൈവം. ഇവർക്ക് വേറെ ദൈവങ്ങളില്ല. 29 വാക്യം വായിച്ചാൽ അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുവാൻ മുൻനിയമിച്ചുമിരിക്കുന്നു. ഇതിന്റെ മുകളിലുള്ള വാക്യം എല്ലാവർക്കും അറിയാവുന്ന വാക്യം 28 വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു. എല്ലാവർക്കും അറിയാവുന്ന വാക്യം അല്ലേ. എപ്പോഴാ ഇത് വായിക്കുന്നത്? മോബിനെ എപ്പോഴാ ഇത് വായിക്കുന്നത്? എന്താ അപ്പോൾ ആ വാക്യം എല്ലാവർക്കും അറിയാമല്ലോ. 31 വാക്യം. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. ഇതും എല്ലാവർക്കും അറിയാം. അപ്പുറത്തിരിപ്പുണ്ട്. സ്തോത്രം. പ്രതികൂലം ഇവിടെ ഇരിപ്പുണ്ടല്ലേ. ഇതിനിടയ്ക്കുള്ള ഒരു വാക്യമാണ് അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാന്. അപ്പോൾ ഇത് ഭൗമികമാണോ? അല്ല.
ഭൗമികമല്ല. അല്ലെ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും എന്തെല്ലാം പ്രതികൂലം വന്നാൽ, പോരാട്ടങ്ങൾ വന്നാൽ, നിന്ന വന്നാൽ, അവർ ക്രിസ്തുവിൻ്റെ നിന്ന സഹിക്കാൻ ഒരുക്കമുള്ളൊരു കൂട്ടമാണ്. അല്ലേ, അതെല്ലാം അവരെ പൂർണ്ണരാക്കുവാൻ, അല്ലേ, ആദ്യജാതനായ ക്രിസ്തുവിനെ അനുരൂപരാക്കുവാൻ. ക്രിസ്തു നിന്ന സഹിച്ചെങ്കിൽ ഇവരും നിന്ന സഹിക്കുന്ന കൂട്ടമാണ്. ക്രിസ്തു കഷ്ടത അനുഭവിച്ചെങ്കിൽ ഇവരും സകലത്തിലും അനുരൂപരാകുവാനായിട്ട്. അല്ലേ, ഓ ഹല്ലേലൂയ. ക്രിസ്തുവിനെ യേശുവിനെ വിടക്കുന്നെങ്കിൽ ഇവരെയും വിടക്കുന്നുണ്ട്. അല്ലേ, ഹല്ലേലൂയ. എന്നാൽ ഇതിന് പ്രതികൂലമായിട്ട് അനേകമുണ്ട്. അത് അപ്പുറത്തിരിക്കുന്ന തോമാച്ചനും മത്തായച്ചനും അല്ല. അല്ലേ, ലോകത്തിൻ്റെ ശക്തികൾ നമ്മെ വിടുകയില്ല എന്നുള്ള ഫറവോന്റെ ശക്തി, നമ്മിൽ വ്യാപരിക്കുന്നതായിട്ടുള്ള പാപത്തിൻ്റെ സ്വഭാവം, ജഡസ്വഭാവം എല്ലാം ക്രിസ്തുവിന് നാം അനുരൂപരാകുവാനായിട്ട് തടസ്സമായിട്ട്, അനുരൂപമാകുന്നതിന് തടസ്സമായിട്ട് നിൽക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണം? ഏത് സംബന്ധിച്ചിട്ട്? ക്രിസ്തുവിന് അനുരൂപരാകുന്നത് സംബന്ധിച്ച് നാം എന്ത് പറയണം? അപ്പോസ്തലൻ അറിയാം. പാപം നിറഞ്ഞൊരു ലോകമാണ്. നമ്മൾ തന്നെ ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ, പാപത്തിൻ്റെ നിയമമാണ്. പിശാച് അനേക തന്ത്രങ്ങളുമായിട്ട്, വഞ്ചനയുമായിട്ട് അവനിങ്ങനെ കറങ്ങി നടക്കുന്നു. അത് മുഴുവൻ പ്രതികൂലമാണ്. എന്നാൽ അപ്പോസ്തലൻ പറയുകയാണ്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ, അല്ലേ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാ ആര്? അല്ലേ, എന്നിട്ട് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവന് അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ എന്ന് പറഞ്ഞാൽ, നിന്റെ ഒരു പാപത്തിന്റെ മോചനം മാത്രമല്ല ദൈവമക്കളെ, അല്ലേ, ഒരു വിശ്വാസമുള്ള നീതീകരണം മാത്രമല്ല, നിന്നെ പൂർണ്ണനാക്കുവാനായിട്ട്. അല്ലേ, സമയം കഴിഞ്ഞു പോയി, ഇതൊന്ന് തീർക്കാനായിട്ട്. അല്ലേ, ഒരു അരമണിക്കൂർ ഉണ്ടായിരുന്നു. ഇല്ല, ഞാൻ നിർത്താൻ പോവുകയാണ്. അല്ലേ, നമ്മെ പൂർണ്ണരാക്കുവാൻ. ഗലീലയിൽ മാത്രമുള്ള ക്രിസ്തു അല്ല, അല്ലേ, കാൽവരി പരമയാഗമായ യേശു കർത്താവ്, ഉയർത്തെഴുന്നേറ്റ കർത്താവ്. ഉയർപ്പിലാണ് ഇവർക്ക് അനേക കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. എന്നിട്ട് പിതാവിന്റെ വലത്തുഭാഗത്ത് താൻ മുഖാന്തരമായിട്ട് തന്നോട് അടുക്കുന്നവരെ പൂർണ്ണമായിട്ട് രക്ഷിപ്പാനായിട്ട് സദാകാലം ജീവിക്കുന്ന നമ്മുടെ കർത്താവ്. അതാണ് ആത്മാവ് നമ്മോട് പറയുന്നത്. അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? നമ്മളെ പൂർണ്ണരാക്കുവാൻ ക്രിസ്തുവിന്റെ സൗമ്യത, ക്രിസ്തുവിന്റെ താഴ്മ, ക്രിസ്തുവിന്റെ സ്വർഗീയമായിട്ടുള്ള അനുഭവമാ. അല്ലേ, ക്രിസ്തുവിൽ എന്തെല്ലാം ഉണ്ടോ, ഞാൻ പറയുമ്പോൾ ദിവ്യ സ്വഭാവങ്ങൾ, അതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണമാണ് കർത്താവ് പരിശുദ്ധനായ ദൈവം സ്വന്തം പുത്രനെ ആദരിയാതെ തൻ്റെ പുത്രനെ ഹല്ലേലൂയ നമുക്ക് വേണ്ടി നൽകിയത്. അല്ലേ, ക്രിസ്തുവിലെല്ലാം ഓർത്തോണം, ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും നമ്മുടെ യേശുവിൽ ഏകരൂപമായി വസിച്ചെന്നാണ്. അല്ലേ, ആ യേശുവിനെ നമുക്ക് വേണ്ടി നൽകിയിരിക്കുകയാണ്. അല്ലേ, എന്നിട്ട് ദൈവം തിരഞ്ഞെടുത്തവനെ 6 കുറ്റം ചുമത്തും. നീതീകരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നതാണ്. ക്രിസ്തു യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യും. എന്തിനാ പക്ഷപാതം കഴിക്കുന്നത്? നമ്മളെ പൂർണ്ണര് ആക്കുവാനായിട്ട്. അല്ലെ, ആർക്ക് വേണ്ടിയാ പക്ഷപാതം ചെയ്യുന്നത്? എല്ലാവർക്കും വേണ്ടിയല്ല. ആർക്ക് വേണ്ടിയാണ്? തന്നോട് അടുക്കുന്നവർക്ക് വേണ്ടി. അല്ലേ, നീ പാട്ടും കുട്ടിയും എല്ലാം ചെയ്യുന്നോണ്ടായിരിക്കും, പോയി ലോകം മുഴുവൻ സൂചിച്ചിരിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഈ പൂർണ്ണനാകുവാനായിട്ട്, ക്രിസ്തുവിന് അനുരൂപിയാകുവാനായിട്ട് അരുമനാഥന്റെ പാദപീഠത്തിലിരിക്കുന്നുണ്ടോ? അത് വേറൊരു പ്രാർത്ഥനയാണ് ദൈവമക്കളെ. അത് ഇവിടുത്തെ ഉന്നതിയുടെ പ്രാർത്ഥനയല്ല, അത് മിനിസ്ട്രിയുടെ എക്സ്പാൻഷൻ അല്ല, അത് അടുത്ത പ്രോഗ്രാമിന് വേണ്ടി അല്ല, അത് ലോകത്തിൻ്റെ ധനം സമ്പത്തിന് വേണ്ടി മാനത്തിന് വേണ്ടി അല്ല. അതെന്തിനാണ്? എനിക്ക് ക്രിസ്തുവിന് അനുരൂപിയാകണം. അല്ലേ, അപ്പോസ്തലൻ പറഞ്ഞ ന്യായപ്രമാണത്തിലുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ദൈവത്തിൻ്റെ നീതി, ക്രിസ്തു യേശുവിൽ ലഭിച്ചിരിക്കുന്ന ദൈവനീതി തന്നെ പ്രാപിച്ചിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയുക. അതാണ് നമ്മളെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്നത്. അവൻ്റെ പ്രാർത്ഥന, അങ്ങനെയുള്ളവൻ്റെ പ്രാർത്ഥന, അപ്പോസ്തലന്റെ പ്രാർത്ഥന. പിടിച്ചു ഞാൻ നിരൂപിക്കുന്നില്ല, പിടിക്കാമോ എന്ന് വെച്ച് ഓടുന്നില്ല. എന്താ പിടിക്കാമോ എന്ന് വെച്ച് ഓടുന്നത്? ക്രിസ്തുവിന് അനുരൂപിയാകുക, ക്രിസ്തുവിനെയും
അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയും അറിഞ്ഞിട്ട് കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയുക. അപ്പോസ്തലൻ അറിയാം, അതിലൂടെ മാത്രമേ പൂർണ്ണനാകുവാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ. എന്നാൽ ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിലെ കഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായിട്ട് ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. എന്താണ് ആ ലാക്ക്? പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നു. എന്താണ് ആ പൂർത്തി? ക്രിസ്തുവിന് അനുരൂപിയാകുക. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് ആ പൊന്നുപാദം പിൻപറ്റുന്നതായിട്ടുള്ള ഒരു കൂട്ടരാണ് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നത്. അവരാണ് പൂർണ്ണമായിട്ട് ഹല്ലേലൂയ രക്ഷ എന്നുള്ള ആ ഭാഗ്യ പദവിയിലേക്ക് എത്തിച്ചേരുന്നത് അല്ലേ. അവർക്കെതിരായിട്ട് എന്തെല്ലാം ശക്തികൾ വന്നതല്ല, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിപ്പിക്കുവാനായിട്ട്. ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ, ഇതിലൊക്കെയും നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരമാണ് ഞാൻ പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റൊരു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എന്തിനാണ് ആ ഉറപ്പ്? എനിക്ക് ക്രിസ്തുവിന് അനുരൂപിയാകണം. പ്രൈസ് ദി ലോർഡ്. ആദ്യജാതനായി പുതിയ സൃഷ്ടിയുടെ ആദ്യജാതനായി വന്ന യേശു കർത്താവ്, പിതാവിൻ്റെ ഇഷ്ടം, യേശു കർത്താവിൻ പൂർണ്ണനാകണം. ഞാൻ യേശു കർത്താവിന് അനുരൂപിയാകണം. ഇനിയും വരുന്ന പുതിയ ഭൂമിയിൽ, നീതി വസിക്കുന്ന ഭൂമിയിൽ നീതിയുടെ നിറവില്, പ്രൈസ് ദി ലോർഡ്, നീതിയുടെ നിറവിലുള്ള ഒരു കൂട്ടത്തെ, ക്രിസ്തുവിന് അനുരൂപികളായിട്ടുള്ള ഒരു കൂട്ടത്തെ കൊണ്ട് നിറയ്ക്കുവാനായിട്ട് പിതാവ് ആഗ്രഹിക്കുമ്പോൾ ആ ഉന്നതമായിട്ടുള്ള ലക്ഷ്യത്തോട്, ആത്മീക ലക്ഷ്യത്തോടുകൂടെ പിതാവിൻ്റെ ഹിതത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഈ നാളുകൾ ലോകത്തിൽ എന്തെല്ലാം നേരിടേണ്ടി വന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാനായിട്ട് ലോകത്തിൻ്റെ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഇതാ എൻ്റെ ജീവിതത്തെ അതിനുവേണ്ടി പരിശുദ്ധനായ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി ഞാൻ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. ആ ഉറച്ച തീരുമാനത്തോടുകൂടെ സ്തോത്രം. നമുക്ക് ഇന്ന് ഉച്ച കഴിഞ്ഞ് ഭവനങ്ങളിലേക്ക് മടങ്ങി പോകാം. കഴിഞ്ഞ 3-4 ദിവസം ഞാൻ ദൈവസന്നിധിയിലായിരുന്നു. ദൈവം നമ്മോട് സംസാരിച്ചു എന്ന് ഞാൻ പരിപൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെട്ടു എന്ന് ഞാൻ പരിപൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. മറ്റൊന്നും നിങ്ങൾ ഓർത്തില്ലെങ്കിലും ഒരു കാര്യം, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഴമായിട്ട് പതിയണം. ദൈവത്തിൻ്റെ ഹിതം എന്നിൽ നിറവേറണം. ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി വാഞ്ചിച്ച് ഹല്ലേലൂയ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ പരമവിളി, ഉന്നതമായിട്ടുള്ള വിളി, സ്വർഗീയ വിളി, അതിൻ്റെ പൂർണ്ണതയിൽ പ്രാപിപ്പാൻ ഈ ലോകത്തിലുള്ളതല്ല, ഹല്ലേലൂയ വരുവാനുള്ളത് നിത്യമായതൊന്നിന് എങ്ങനെ ഭക്തന്മാര് ഹല്ലേലൂയ സ്വർഗീയമായതിനെ കാക്ഷിച്ചുവോ, ഹല്ലേലൂയ ആയതുപോലെ സ്വർഗീയമായത് കാക്ഷിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാണ് പിതാവിന് വേണ്ടി സമർപ്പിക്കാം. സ്വർഗ രാജ്യത്തിൻ്റെ ധീര സാക്ഷികളായിട്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോക രാജ്യത്തിൽ സ്വർഗ രാജ്യത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനായിട്ട്, ക്രിസ്തുവിൻ്റെ പ്രകാശം പകർത്തി കൊടുക്കുവാനായിട്ട് ഒരു സൗമ്യതയും താഴ്മയുടെയും സമർപ്പണത്തിൻ്റെയും ജീവിതം നയിപ്പാനായിട്ട് കർത്താവ് നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. ദിവസങ്ങളെ വചനം അറിയിപ്പാനായിട്ട് കർത്താവ് എന്നെയും ബലപ്പെടുത്തിയ കുറവുകളോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുകയാണ്. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എയ്മൻ TV നെറ്റ്വർക്ക് ക്രിസ്ത്യൻ ഇന്റർനെറ്റ് ചാനൽ സുവിശേഷീകരണത്തിന്റെ വ്യത്യസ്ത മുഖം തേടിയുള്ള യാത്ര. യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക്. ആമേൻ TV നെറ്റ്വർക്ക്, ട്രിവാൻഡ്രം, കേരള.